സത്യാന്വേഷി കുമാരൻ അടിച്ചത് വാറ്റല്ല ഹോളി സ്പിരിറ്റ്. ഇക്കഴിഞ്ഞ കർക്കിടക മാസത്തിൽ കത്തോലിക്ക പാതിരിമാർക്കും മടത്തലമ്മമാർക്കും മൊത്തം ദുർഘടമായിരുന്നല്ലോ എൻ്റെ കർത്താവേ. സ്വർഗരാജ്യ പ്രവേശനത്തിനായി 16കാരൻ്റെ നിക്കറൂരിയ തലശ്ശേരി രൂപതയിലെ റവറന്റ് കുണ്ടൻ പോൾ തട്ടുപറമ്പിൽ പോക്സോ കേസിൽ അറസ്റ്റിലായി ജയിലിലായി. ജയിലിലെ പ്രൊഫഷണലുകളായ അണ്ണന്മാർ ചേർന്ന് പാതിരിയുടെ ഡിക്കി കുർബാനയ്ക്കുള്ള കൊതിയെല്ലാം തീർത്തു കൊടുത്തു എന്നാണ് വിവരം. പാതിരി ഇപ്പോൾ മഴത്തുള്ളിക്കിലുക്കം സിനിമയിൽ സലിംകുമാർ നടക്കുന്നത് പോലെയാണത്രേ നടപ്പ്. അതുപോലെ അടുക്കളപ്പണിക്ക് മനുഷ്യക്കടത്ത് നടത്തുവാൻ ഛത്തീസ്ഗഡിൽ പോയ 2 മടത്തലമ്മമാരെ റെയിൽവേ സ്റ്റേഷനിലിട്ട് പരസ്യമായി നാണം കെടുത്തി റിമാൻഡിൽ വിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂടി വെക്കുവാൻ ശ്രമിച്ച മറ്റൊരു നാറ്റക്കേസ് വയനാട്ടിലെ തിരുനെല്ലിയിൽ നിന്നും പൊങ്ങുന്നത്. ലൂക്കോസ് 12:3 പറഞ്ഞിരിക്കുന്നത് പോലെ അരമനകളിൽ രഹസ്യമായി മന്ത്രിച്ചിരുന്ന കാര്യമാണ് ഇപ്പോൾ പുറംലോകം അറിഞ്ഞത്. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമകളിൽ ഘോഷിക്കും. പാതിരാത്രി അടിച്ച് പിമ്പിരിയായി അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ച് നാട്ടുകാരെ കൊല്ലുവാൻ നോക്കിയതിന് ഒരു കത്തോലിക്ക പാതിരിക്കെതിരെ തിരുനെല്ലി പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു. ആ ഇറസ്പോൺസിബിൾ കുടിയൻ ആരാണെന്നല്ലേ? ആ മോനാണ് ഈ മോൻ്റെ മോൻ. ഇവനെ അറിയില്ലേ? ഇവനാണ് കത്തോലിക്ക സഭയിലെ വ്യഭിചാരികളും കളങ്കതരുമായ ബിഷപ്പന്മാരുടെയും പാതിരിമാരുടെയും എല്ലാം പെയിന്റർ. പിതാക്കന്മാരുടെ വിശുദ്ധ വ്യഭിചാരങ്ങളെ സ്വന്തം നാക്കുപയോഗിച്ച് വെളുപ്പിച്ചു കൊടുക്കുന്ന മോൻ്റെ മോൻ. പിതാക്കന്മാർ നടത്തുന്ന വ്യഭിചാരം, മടത്തലമ്മ പീഡനം, ശിശുപീഡനം, സാമ്പത്തിക തട്ടിപ്പുകൾ, കുടുംബം കലക്കൽ, ഭവനവേദനം എന്തുമായിക്കൊള്ളട്ടെ, കുമാരൻ നോബിൾ അത് ഉളുപ്പില്ലാതെ ഏറ്റെടുക്കും, വെടിപ്പോടെ വെളിപ്പാക്കി കൊടുക്കുകയും ചെയ്യും നാക്കുകൊണ്ട്. അതുകൊണ്ടാണ് നാക്കുകുമാരൻ എന്നിവന് പേര് വന്നത്. അതിലെല്ലാം ഉപരി 14കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന റോബിൻ വടക്കഞ്ചേരിയുടെ അരുമ ശിഷ്യൻ കൂടിയാണ് ഈ കുമാരൻ നോബിൾ. കുറെ കാലം മുമ്പ് വൈകിട്ട് കോമഡി സ്റ്റാർ പരിപാടി കാണുന്നതിന് പകരം നാട്ടുകാർ കുമാരൻ്റെ സത്യാന്വേഷി എന്ന നാവാട്ടം പരിപാടിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. സത്യാന്വേഷി എന്ന പേരിൽ യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം വന്നിരുന്നു പറയുന്ന കുമാരൻ ആ പരിപാടി നിർത്തി ഓടിപ്പോയത് സിസ്റ്റർ ലൂസി കളപ്പുരിയെ അപകീർത്തിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി ഒരു മുങ്ങിയ അന്ന് മുതലാണ്. പിന്നെ ഈ വിദ്വാനെ കണ്ടിട്ടേയില്ല. പിന്നീട് ഭാരത രൂപതയുടെ PRO, രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ CEO, കുഞ്ഞാടുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകാതിരിക്കാനുള്ള രൂപതയുടെ തന്നെ ജാഗ്രതാ കമ്മീഷന്റെ സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിക്കുന്ന വേളയിലാണ് കുമാരൻ പാതിരാത്രി അടിച്ച് പാമ്പായി മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. സാധാരണഗതിയിൽ 30/100 mg ആണ് കുറ്റകരമായ മദ്യപാനമെങ്കിൽ കുമാരൻ നോബിളിനെ ഊത്തുമെഷീനിൽ ഊതിച്ചപ്പോൾ 173/100 mg ആയിരുന്നു. മെഷീൻ പോലും അടിച്ചുപോയി എന്ന് ചുരുക്കം. വളരെ ഉയർന്ന അളവിൽ മദ്യപിച്ച് ബോധം പോലുമില്ലാതെയാണ് വണ്ടി ഓടിച്ചത് എന്ന് ചുരുക്കം. വാറ്റുചാരായവും റമ്മും വിസ്കിയും ബ്രാൻഡിയും ബിയറും ഒക്കെ മിക്സ് ചെയ്തടിച്ചത് കൊണ്ടാണ് അത്രേ ഇപ്രകാരം സംഭവിച്ചത് എന്നറിയാൻ കഴിഞ്ഞു. അറിയപ്പെടുന്ന ഒരു ലഹരി വിമോചകനാണ്. മദ്യപാനത്തിനെതിരെ ക്ലാസ് നയിക്കുന്ന ആളാണ്. നാണംകെട്ട ചവയുടെ വക്താവുമാണ്. ഒടുവിൽ കീടമടിച്ചു അറസ്റ്റിലായി. പെട്രോളിംഗ് പാർട്ടി രാത്രി നോക്കുമ്പോൾ അതാ ഒരു കാർ നിയന്ത്രണം വിട്ട് റോഡിന്റെ 2 സൈഡിലേക്കും പാളിപ്പാളി വരുന്നത് കണ്ട് വണ്ടി തടഞ്ഞു നിർത്തിയപ്പോൾ സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഡ്രൈവർ സീറ്റിൽ ഇതാ ഒരാൾ. പേര് ചോദിച്ചപ്പോൾ നോബിൾ പാറയ്ക്കൻ എന്നും പറഞ്ഞു. വണ്ടിയിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ആദ്യം താനൊരു പാതിരിയാണെന്ന് നോബിൾ പോലീസ് ഉദ്യോഗസ്ഥരോട് മിണ്ടിയില്ല. എന്നാൽ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ താനൊരു പാതിരിയാണെന്നും പാതിരാ വെഞ്ചിരിപ്പിന് ഇറങ്ങിയതാണെന്നും പറഞ്ഞു. നിലത്ത് പോലും കാലുറക്കാത്ത രീതിയിൽ മനുഷ്യജീവന് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചതിന് തിരുനെല്ലി പോലീസ് ക്രൈം നമ്പർ 477/2025 നമ്പറായി BNS 281, മോട്ടോർ വെഹിക്കിൾ ആക്ട് 185 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കേസെടുക്കുവാൻ കാരണം കുഞ്ഞാടുകളെ നേർവഴിയിൽ നയിക്കേണ്ടുന്ന, മാതൃകാ ജീവിതം നയിക്കേണ്ടുന്ന, ലഹരി വിമുക്തി ധ്യാനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു വൈദികൻ തന്നെ അടിച്ചു പാമ്പായി നാട്ടുകാരെ കൊല്ലാൻ ഇറങ്ങിയത് കണക്കിലെടുത്താണ്. ആദ്യം നമുക്ക് FIRന്റെ ഉള്ളടക്കം ഒന്ന് വായിക്കാം. ഇന്ന് 11/7/2025 രാത്രി 12:30 മണിക്ക് വാദിയും പാർട്ടിയും തൃശ്ശിലേരി അംശം കാട്ടിക്കുളം ടൗണിൽ വെച്ച് വാഹന പരിശോധന നടത്തി വരവേ മാനന്തവാടി ഭാഗത്തു നിന്നും താഴെ കാട്ടുകുളം ഭാഗത്തേക്ക് പ്രതി മദ്യലഹരിയിൽ അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധത്തിൽ
KL72D 5931 നമ്പർ കാർ പബ്ലിക് റോഡിലൂടെ ഓടിച്ചു വന്നത് വാദിയാൽ കാണപ്പെട്ടതിൽ പ്രതിക്ക് നിയമാനുസരണം സെക്ഷൻ 35 ക്ലോസ് 3 BNS പ്രകാരം നോട്ടീസ് നൽകിയ ശേഷം ഡി വാഹനം സുഷർ മഹസർ പ്രകാരം ബന്ദോബസ്തിലെടുത്തുവെന്നും മറ്റും. ഇനി FIR പ്രാഥമിക വിവരം ഇപ്രകാരമായിരുന്നു. ഇന്ന് 11/7/2025 12:30 മണിക്ക് ഞാനും വിനോദ് കുമാർ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ, CPO 3198, CPO 11290 എന്നിവരും ഒന്നിച്ച് തൃശ്ശിലേരി അംശം കാട്ടിക്കുളം ടൗണിൽ വെച്ച് വാഹന പരിശോധന നടത്തി വരവേ മാനന്തവാടി ഭാഗത്തു നിന്നും താഴെ കാട്ടിക്കുളം ഭാഗത്തേക്ക് ഒരു കാർ അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധത്തിലും ഓടിച്ചു വരുന്നത് കണ്ട് ഞാൻ ഡി വാഹനം കൈകൊണ്ട് സിഗ്നൽ കാണിച്ചു നിർത്തി. ഡി വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ നോക്കിയതിൽ KL72D 5931 എന്ന് കണ്ടു. തുടർന്ന് വാഹനം ഓടിച്ചു വന്ന ആളോട് പേരും വിലാസവും ചോദിച്ചതിൽ നോബൽ തോമസ്, സൺ ഓഫ് തോമസ്, ഏജ് 35, പാറക്കൽ ഹൗസ്, മാനന്തവാടി, മൊബൈൽ നമ്പർ 9744667205, കബനിഗിരി, പടിച്ചിറ, പുൽപ്പള്ളിയാണ് താമസം എന്നും പറഞ്ഞു തരികയും ഡിയാന്റെ സംസാരത്തിൽ നിന്നും ഉച്ഛ്വാസവായുവിൽ നിന്ന് മദ്യത്തിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൽക്കോമീറ്റർ ഉപയോഗിച്ച് 12:40 മണിക്ക് പരിശോധിച്ചതിൽ ടെസ്റ്റ് റിസൾട്ട് 173 mg/100 ml എന്ന് കണ്ടു. തുടർന്ന് ഞാൻ ഡിയാനോട് മദ്യലഹരിയിൽ അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ചു വന്ന കുറ്റം പറഞ്ഞ് മനസ്സിലാക്കി. നിയമാനുസരണം 12:45 മണിക്ക് സെക്ഷൻ 35 ക്ലോസ് 3 BNS പ്രകാരം നോട്ടീസ് നൽകിയ ശേഷം ഡിയാൻ ഓടിച്ചു വന്നതായ KL72D 5931 നമ്പർ കാർ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ 12:50 മണിക്ക് സുഷർ മഹസർ പ്രകാരം ബന്ദോബസ്തിലെടുത്ത ശേഷം സ്റ്റേഷനിൽ ഹാജരാക്കി പ്രതിക്കെതിരെ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 477/2025 281 BNS ആൻഡ് 185 ഓഫ് MV ആക്ട് ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ FIR വിശദമായി വായിച്ചു കേൾപ്പിക്കുവാൻ കാരണം കത്തോലിക്ക സഭയിലെ അലബലാദി ബിഷപ്പന്മാരെ വിളിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കീടൻകുമാരനെ വിളിപ്പിക്കുവാൻ ഇന്നു മുതൽ പലരും ഇറങ്ങിയത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇത് വ്യാജവാർത്ത ആണെന്ന് പറഞ്ഞാണ് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. തമാശയതല്ല. തനിക്കെതിരെ പോലീസ് കേസെടുത്തത് സത്യമാണെന്നും എന്നാൽ മദ്യപിച്ചിരുന്നില്ല എന്നുമാണ് ഫാദർ നോബിളിന്റെ വിചിത്രമായ വാദം. കീടൻ നോബിളിന്റെ പോസ്റ്റ് പ്രകാരമായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പേരിലും അഡ്രസ്സിലും ഒരു പോലീസ് FIR പ്രചരിക്കുന്നുണ്ട്. പ്രസ്തുത ആക്ഷേപവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ആക്ഷേപത്തിൽ സൂചിതമായിരിക്കുന്ന ദുശീലവും എനിക്കില്ല. FIR വ്യാജമാണെന്നല്ല അതിനർത്ഥം. എന്നാൽ പ്രസ്തുത FIR-നെ കുറിച്ച് പരസ്യ വിശദീകരണം നൽകുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. എങ്കിലും സത്യമറിയാൻ ആഗ്രഹിച്ച് നേരിട്ട് വന്ന് അന്വേഷിച്ചവരോട് ലൊക്കേഷനും വിഷ്വലും സഹിതം ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രചരിക്കുന്ന FIR മാത്രം ആഘോഷിക്കുന്നവർക്ക് യാതൊരു വിശദീകരണവും ആവശ്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഈ ഹ്രസ്വ വിശദീകരണം മാത്രം ഇപ്പോൾ നൽകുന്നു. നോബൽ തോമസ്, പാറയ്ക്കൽ. എടാ കുമാര, കീടൻ നോബിളെ, നീ ദൈവമില്ല എന്ന് വിചാരിച്ച് ഇത്രയും കാലം ജീവിച്ചെങ്കിലും ഇപ്പോഴെങ്കിലും ദൈവമുണ്ടെന്ന് നിനക്ക് മനസ്സിലായോ? നീ ആരെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചു, ആരെയൊക്കെ വേദനിപ്പിച്ചു. അതിന് ദൈവം തന്ന ശിക്ഷയാണിത്. നിന്റെ തേഞ്ഞ ന്യായീകരണം നിന്റെ ചെരുപ്പ് നക്കികൾ പോലും വിശ്വസിക്കുമോ? അന്ന് മതതീവ്രവാദികൾ കൈവിട്ടി മാറ്റിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിനെതിരെ നീ എന്താണ് ലേഖനം എഴുതിയത്? ആ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടത് എന്ന്. തീവ്രവാദികളുടെ ആ ആക്രമണത്തെക്കാളും പ്രൊഫസർ ജോസഫിനെ അന്ന് വേദനിപ്പിച്ചത് സ്വസമുദായത്തിലെ ഒരു വൈദികനായ നിന്റെ ഈ പരാമർശമായിരുന്നു. കത്തോലിക്ക സഭയിലെ നിന്റെ പിതാക്കന്മാരായ ആഭാസന്മാരെ വിളിപ്പിച്ച നിന്നെ വിളിപ്പിക്കുവാൻ ഇനി ആര് വരുമടാ കീടൻ നോബിളെ? നിനക്ക് ആ അളിഞ്ഞ കുപ്പായം ഊരിക്കളഞ്ഞ് പുൽപ്പള്ളിയിൽ ഒരു ഷാപ്പ് തുടങ്ങിക്കൂടെ? നീ ഇനി കുർബാന കളിക്കുവാൻ അൾത്താരയിൽ കയറിയാൽ കുഞ്ഞാടുകൾ നിന്റെ പരിപ്പെടുക്കില്ലേ? ഇനി ഇവന്റെ ഈ നാറിയ ചവ ഇടയലേഖനം ഇറക്കുന്നത് ഒരു പക്ഷേ ഇപ്രകാരമായിരിക്കും: കുമാരൻ അടിച്ചിരുന്നത് വാറ്റല്ല, കുർബാന വീഞ്ഞായിരുന്നു. പാതിരാത്രി കൂതാശ കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന വീഞ്ഞ് കുമാരൻ കുടിച്ചിരുന്നു. അങ്ങനെ രാത്രി 12 മണിക്ക് ദൈവമേ നിനക്ക് സ്വസ്തി ചൊല്ലിക്കൊണ്ട് വളരെ സാവധാനം പ്രാർത്ഥിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു കൊണ്ടുവന്ന കുമാരന്റെ വാഹനത്തെ മതമൗലികവാദികളായ ചില പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കരിവേരിത്തേക്കുക എന്ന ലക്ഷ്യത്തോടെ വാഹനം തടഞ്ഞു നിർത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നമ്മുടെ രൂപതയിലെ കുഞ്ഞാടുകളുടെ പ്രാർത്ഥനാക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പിടിക്കപ്പെട്ടത്.
നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനാ സഹായത്തോടൊപ്പം അച്ഛന് പിഴയടയ്ക്കുവാൻ സ്വല്പം നേർച്ചക്കുറവുള്ളതുകൊണ്ട് നിങ്ങൾ കയ്യയച്ച് സഹായിക്കുക, സംഭാവന ചെയ്യുക. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധിയായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞായറാഴ്ച പാതിരിക്ക് വേണ്ടി മെഴുകുതിരി റാലിയും ഒരുപക്ഷെ സംഘടിപ്പിച്ചേക്കാം. വാളുവെച്ച ക്ഷീണിച്ച കുമാരനും മോരുമായി തീട്ടൻ ജോർജിന്റെ മോൻ ഷോട്ടൻ പോയി കാണാനും സാധ്യതയുണ്ട്. ധ്യാനിപ്പിക്കാനും ലഹരി വിമോചന ക്ലാസ്സുകൾ എടുക്കുവാനും ഒക്കെ ഇവൻ പോകുമ്പോൾ ഒരു ഉണർവ് കിട്ടുവാൻ ഒരു ചെറുത് മേടിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ലോഹയുടെ പോക്കറ്റിലിട്ട് IV ഫ്ലൂയിഡ് ഇടുന്നത് പോലെ ട്യൂബ് തുടഞ്ഞരമ്പിൽ കുത്തിയിടുമായിരുന്നു എന്നൊരു ഡ്രൈവർ പറയുകയുണ്ടായി. കോടതിയിൽ വേണമെങ്കിലും ഇയാൾ സാക്ഷി പറയുവാൻ തയ്യാറാണത്രേ. കത്തോലിക്ക സഭ ഇന്ന് അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളായ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ബിരിയാണി ജിഹാദ്, തുപ്പൽ ജിഹാദ് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രബന്ധങ്ങൾ ഇറക്കിയിരുന്ന മാനന്തവാടി കുമാരന് മാനം പോകുന്നതിന് മുമ്പ് നടത്തിയ ഒരു ചെറിയ പ്രസംഗം കാണുക. അനുസരിക്കാൻ മനസ്സില്ലാത്തവരെ സഭാ നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്ന അച്ചടക്ക നടപടിയിലേക്ക് സഭാധികാരികൾ കടക്കണം. സഭാസനഡിലെ പിതാക്കന്മാർ ഉറക്കം നടിക്കരുത് എന്ന അപേക്ഷ മാത്രമാണുള്ളത്. എറണാകുളത്തെ വൈദികരുടെ ഓരോ തെറ്റും തെറ്റാണെന്ന് തന്നെ പറയാൻ ഓരോ മെത്രാനും മുന്നോട്ട് വരണം. ഒത്തുതീർപ്പുകളിലല്ല അവസാനിപ്പിക്കേണ്ടതെന്ന് ഉറക്കെ പറയാൻ നിങ്ങൾ ആർജവത്വം കാണിക്കണം. മഹാഭൂരിപക്ഷം വരുന്ന ദൈവജനത്തെയും അവർക്കുണ്ടാകുന്ന ഉതപ്പുകളെയും പരിഗണിച്ചുകൊണ്ട് പിതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഒത്തുതീർപ്പുകളല്ല, തിരുത്തലുകളാണ് വേണ്ടത്. ഇടയന്മാരുടെ വടി കുത്തിപ്പിടിക്കാൻ മാത്രമുള്ളതല്ല. തല്ലുകിട്ടിയാലേ ആലയിൽ കയറൂ എന്ന് വാശി പിടിക്കുന്ന ആടുകൾക്ക് വേണ്ടിയും ആ വടി ഉപയോഗപ്പെടുത്തണം. ഉപ്പ് നല്ലത് തന്നെ, ഉറകെട്ടുപോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. വിലകെട്ടുപോയ പൗരോഹിത്യം ഉറകെട്ടുപോയ ഉപ്പിന് സമമാണ്. അവ പുറത്തു കിടന്ന് ചവിട്ടേൽക്കാൻ വിധിക്കപ്പെട്ടതാണ്. പുറത്തിട്ട് ചവിട്ടാൻ ശേഷിയുള്ള വിശ്വാസ സമൂഹമാണ് ഇവിടെ ഉണരേണ്ടത്. അതേടാ കുമാര, ഉപ്പ് നല്ലത് തന്നെ, ഉറകെട്ടുപോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. വിലകെട്ടുപോയ പൗരോഹിത്യം ഉറകെട്ടുപോയ ഉപ്പിന് സമം. നീ ഇനി എന്തിനാടാ കുമാര ഈ നൈറ്റിയും ഇട്ടുകൊണ്ട് നടക്കുന്നത്? വല്ല ഷാപ്പിലും കറി വെക്കാൻ പോയിക്കൂടെ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.